C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവൾക്കും വിഷ്ണുവിനും വേണ്ടി നീ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഞാനും ഉണ്ടായിരുന്നതല്ലേ. അന്നേ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശാലിനിയെ. കെട്ടുകഴിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ അവളുടെ കഴുത്തിലെ താലിമാല പൊട്ടിക്കാൻ ഒരുങ്ങിയതാ ഈ നിൽക്കുന്ന പെണ്ണ്. നിങ്ങൾ അതിനൊരവസരത്തിന് വേണ്ടി കാത്തു. പാഴനാരന്റെ ബലമുള്ള നട്ടലുള്ള ഇവൻ അതിന് വഴങ്ങിത്തരുകയും ചെയ്തു. പിന്നെ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒപ്പിന്റെ കാര്യം. ചെറിയൊരു ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ശാരദാമ്മയുടെ മകളുടെ അടുത്ത് നിന്നും അതൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ സർവപ്രതാപിയായ സത്യഭാമയ്ക്ക്. ഇതുപോലുള്ളൊരു രാവണൻ കോട്ടയിൽ വന്നുപെട്ട ഒരു പാവം പെണ്ണിനെ ഒറ്റപ്പെടുത്താനും ഒറ്റുകൊടുക്കാനും നിങ്ങളെപ്പോലൊരു ബുദ്ധിരാക്ഷസി വിചാരിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ സത്യഭാമേ. മക്കളുടെ അടുത്ത് ഒരു അമ്മ പ്രയോഗിക്കുന്ന ആയുധത്തെക്കുറിച്ച് സർവബോധ്യം ഉണ്ടെനിക്ക്. നീ അങ്ങനെ തന്നെയാണെന്ന് അങ്ങ് വിചാരിച്ചോ? നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ അതങ്ങ് ചെയ്യ. നീ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നേരത്തെ പറഞ്ഞില്ലേ സത്യഭാമേ? അത് ഔദ്യോഗികമായി ഒന്ന് അറിയിക്കാൻ വന്നതാ. അമ്മയപ്പ പോട്ടെ മോളെ. എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹ തീയതിയും മുഹൂർത്തവും ഞാൻ നിന്നെ അറിയിക്കുന്നുണ്ട്. വന്നാലേ ഒരില ചോറുണ്ടിട്ട് പോകാം. ആ ഒരില ചോറ് പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത് നിന്റെ മകൾ പ്രീതി അങ്ങോട്ട് അയക്കി സത്യഭാമേ. ഈ നശൂലത്തിന്റെ കഴുത്തിൽ താലി കയറുന്ന ആ നിമിഷം തന്നെ സ്വന്തം കഴുത്തിലെ താലിയറ്റ് വീഴുന്നതിന് സാക്ഷിയാവട്ടെ ഇവള്. പിന്നെ കറികൾക്കേ ഉപ്പ് വേണമെന്ന് നിർബന്ധമില്ല. കണ്ണീരുണ്ടാവുമല്ലോ കൂട്ടിന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.